നമ്മുടെയൊക്കെ ജയിലുകളിൽ എത്രത്തോളം ആളുകളെ പാർപ്പിക്കാൻ പറ്റും, എത്രത്തോളം ആളുകളുണ്ട്, അവരുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചാണോ ജയിലുകളിൽ ഈ തടവുകാർ കഴിയുന്നത് എന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 72 പേരെ താമസിപ്പിക്കാൻ മാത്രം സൗകര്യമുള്ള സ്ഥലത്ത് 200 പേര്, 69 പേർക്ക് മാത്രം സൗകര്യമുള്ള സ്ഥലത്ത് 90-ലേറെ പേര്. ഇത് കൊല്ലം ജില്ലയിലെ വിവിധ ജയിലുകളിൽ നിന്നുള്ള കണക്കുകളാണ്. കൊല്ലം ജില്ലയിലെ വിവിധ ജയിലുകളിൽ അനുവദനീയമായതിലും കൂടുതൽ തടവുകാർ. 72 പേരെ പാർപ്പിക്കാൻ സൗകര്യമുള്ള കൊല്ലം ജില്ലാ ജയിലിൽ 200ഓളം പേരും, 69 പേർക്ക് സൗകര്യമുള്ള കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിൽ 90-ലേറെ പേരുമാണ് തടവുകാരായി കഴിയുന്നത്. പത്തനംതിട്ടയിൽ ജയിലില്ലാത്തതിനാൽ അവിടെ നിന്നുള്ള ജുഡീഷ്യൽ തടവുകാരെയും ഇവിടെ പാർപ്പിക്കുന്നത് തിരക്ക് വർദ്ധിപ്പിക്കുന്നു. സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന ആവശ്യം അധികൃതർ അവഗണിക്കുകയാണ്. AV ജയശങ്കർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. AV ജയശങ്കർ, ഇപ്പോൾ ഈ തൂഫാൻ കൂടി വന്നതോടുകൂടി ഈ പിടിക്കുന്ന ആളുകളെ മുഴുവൻ, കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്ന് പിടിക്കുന്ന ആളുകളെ മുഴുവൻ കൊല്ലത്തോ കൊട്ടാരക്കരയോ ആണ് കൊണ്ടുപോയി ഇടാൻ പോകുന്നത്. പക്ഷേ അവിടെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിലവിൽ 70 പേരെ താമസിപ്പിക്കേണ്ടിടത്ത് 3 മടങ്ങിലധികം തടവുകാരെ പാർപ്പിക്കുന്നുവെന്നാണോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ കൊല്ലത്തെ ജയിലുകളൊക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പരിധിയിൽ കൂടുതൽ ആളുകൾ ജയിലുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കൊല്ലം ജില്ലാ ജയിലിൽ 72 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണുള്ളത്. 2 ബ്ലോക്കുകളായി നിലവിൽ കഴിയുന്നത് 200-ലധികം പേരാണ്. ഒപ്പം തന്നെ ഈ 69 പേരെ താമസിപ്പിക്കാൻ സൗകര്യമുള്ള കൊട്ടാരക്കരയിലെ സ്പെഷ്യൽ സബ് ജയിലിൽ നിലവിൽ 90-ലധികം തടവുകാരുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ആളുകളാണെന്നതാണ് വലിയ പ്രത്യേകത. ഒപ്പം തന്നെ ഈ പത്തനംതിട്ട ജില്ലയിൽ ആ ജില്ലയിൽ ഒരു ജയിലില്ല. അവിടെ ജയിലിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇല്ലെങ്കിൽ ആ ജയിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ട ജില്ലയിലെ ആളുകളെയും നേരെ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് അയക്കുന്നത്. സ്വാഭാവികമായും ആ ജയിലിൽ ആളുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഒപ്പം തന്നെ ഈ VIP തടവുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരെ തിരുവനന്തപുരത്തേക്ക് അയക്കും. ഒപ്പം തന്നെ കൊല്ലത്ത് ജില്ലാ ജയിലിലും അത്യാവശ്യം പ്രശ്നക്കാരെയൊക്കെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ ജയിലുകളിൽ വലിയ പരിമിതിയുണ്ട്. ഈ ഉദ്യോഗസ്ഥർ പലതവണ ഇത്തരത്തിൽ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാർക്ക് കത്ത് നൽകിയെങ്കിലും ഒരു പ്രയോജനമില്ല. ഈ കൊല്ലം ജയിലിൽ തന്നെ ചില അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ചില ബ്ലോക്കുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ കാരണം. പക്ഷേ അതൊന്നും പിന്നീട് അങ്ങ് ശരിയാക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും ജയിലുകളെ സംബന്ധിച്ച് ജയിലുകൾ ഓവർലോഡാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ കൂടി വന്നതോടുകൂടി നിരന്തരം ആളുകളെ ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ പിടിക്കുന്ന കേസുകൾ പോലും ആളുകൾ റിമാൻഡിലാകുന്നു. അവരെ പോലീസ് വ്യാപകമായി പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുമ്പോൾ കുറേ ആളുകൾ പിടിയിലാവും. അവരെ നേരെ ഈ ജയിലുകളിലേക്ക് കൊണ്ടുവന്ന് വിടണം. പക്ഷേ ആ ജയിലുകളിൽ അതിനുള്ള സൗകര്യമില്ല. ഒപ്പം ഈ വിചാരണ തടവുകാരും മറ്റ് ജുഡീഷ്യൽ കസ്റ്റഡി ആളുകളും, അങ്ങനെ ആകെ മൊത്തത്തിൽ ജയിലുകളിൽ വലിയ തോതിൽ ആളുകളുടെ എണ്ണം കൂടുതലാണ്, തടവുകാരുടെ എണ്ണം കൂടുതലാണ്. ഒപ്പം തന്നെ ജയിൽ ജീവനക്കാരുടെ എണ്ണവും കുറവാണ്. ജയിൽ വകുപ്പിന് ആൾക്ഷാമം എന്നൊരു പ്രശ്നവും കൂടി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും ആഭ്യന്തരമന്ത്രി ഇതും കൂടി കാണണം. ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം വകുപ്പാണ് ജയിൽ വകുപ്പ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാനാകുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തിരക്ക് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൗകര്യങ്ങൾ കുറയുന്നത് മാത്രമല്ല, അത് മനുഷ്യാവകാശത്തിന് എതിരും കൂടിയാണല്ലോ. മാത്രമല്ല എല്ലാവർക്കും അതിൻ്റേതായ സംവിധാനങ്ങൾ വേണമല്ലോ. തടവുകാരാണെങ്കിൽ പോലും ചിലരൊക്കെ വിചാരണ തടവുകാരാണ്. അവരൊന്നും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുള്ളവരും ശിക്ഷിക്കപ്പെടാത്തവരുമൊക്കെ ഈ പറയുന്ന ജയിലിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിറ്റി കേസിനെയൊക്കെ പിടിച്ച് അകത്തിടുന്ന ആൾക്കാരും ഉണ്ടാവും.